രണ്ടാം ബാർകോഴ ആരോപണത്തിൽ സർക്കാരിനും CPM-നുമെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ബാർകോഴയ്ക്കുള്ള നീക്കം ഞെട്ടിക്കുന്നതാണ് എന്ന് സതീശൻ പ്രതികരിച്ചു. അബ്കാരികളെ സഹായിക്കാനാണ് നിയമത്തിൽ മാറ്റം വരുത്തിയത്. നോട്ടെണ്ണൽ യന്ത്രം ഇപ്പോൾ എവിടെയെന്നും മുഖ്യമന്ത്രിയുടെ വീട്ടിലോ എക്സൈസ് മന്ത്രിയുടെ വീട്ടിലോ അതോ AKG സെന്ററിലോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി MP രാജേഷ് അന്വേഷണം നേരിടണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. കോടികളുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. ഇത് സർക്കാരിന്റെ അറിവോടെയാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കാമെന്ന് സർക്കാർ ബാർ ഉടമകളെ അറിയിച്ചിരിക്കുകയാണ്. ഇനി നോട്ടെണ്ണൽ യന്ത്രം എക്സൈസ് മന്ത്രി MP രാജേഷിന്റെ കയ്യിലാണോ അതല്ല മുഖ്യമന്ത്രിയുടെ കയ്യിലാണോ AKG സെന്ററിലാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതിയെന്നും സതീശൻ പറയുന്നു. അബ്കാരി നിയമത്തിൽ മാറ്റം വരുത്തുന്ന കാര്യം നിയമസഭാ സമിതിയിൽ വന്നപ്പോൾ പ്രതിപക്ഷം ശക്തമായി എതിർത്തതാണ്. 1-ാം തീയതി അടക്കം മദ്യശാലകളും ബാറുകളും തുറക്കാനുള്ള സൗകര്യമാണ് ചെയ്തു കൊടുക്കുന്നത്. ഇത് ആളുകളുടെ ശമ്പള ദിവസത്തെ ലക്ഷ്യം വെച്ചുള്ളതാണ്. ഇതിനെല്ലാം ഒത്താശ ചെയ്യാനാണ് വൻ പണപ്പിരിവെന്നും VD സതീശൻ ചൂണ്ടിക്കാട്ടി. രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം പുതുതായി 130 ബാറുകൾക്കാണ് അനുമതി നൽകിയത്. സംസ്ഥാനത്ത് നിലവിൽ 801 ബാറുകളുണ്ട്. ബാറുകളുടെ ടേൺ ഓവർ പിരിവ് പോലും നടത്തുന്നില്ല. ഇതുവഴി സർക്കാരിന് GST ഇനത്തിൽ കോടികളുടെയാണ് നഷ്ടമുള്ളത്. ബാറുകളിൽ ഒരു പരിശോധനയുമില്ല. ഇതെല്ലാം ബാർ ഉടമകളെ സഹായിക്കാൻ തന്നെയാണ്. 20 കോടിയുടെ അഴിമതിയാണ് പണപ്പിരിവ് വഴി നടന്നിരിക്കുന്നത് എന്നും VD സതീശൻ ആരോപിച്ചു. മദ്യനയം അനുകൂലമായി മാറ്റാൻ ഓരോ ബാർ ഉടമയും 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്ന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിമോന്റെ ശബ്ദ സന്ദേശം മാധ്യമങ്ങളാണ് പുറത്തുവിട്ടത്. ഇടുക്കി ജില്ലയിലെ അസോസിയേഷൻ അംഗങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഈ സന്ദേശം പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. വ്യാഴാഴ്ച എറണാകുളത്ത് ചേർന്ന അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനമെന്ന നിലയിലാണ് പണപ്പിരിവെന്ന ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. 1-ാം തീയതിയിലെ മദ്യനിരോധനം ഒഴിവാക്കുക, ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുക, അടുത്ത കാലത്ത് തുടങ്ങിയ പുതിയ എക്സൈസ് പരിശോധനകൾ ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് കൊടുക്കേണ്ടവർക്ക് പണം കൊടുക്കണമെന്നാണ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. ഒരു ബാർ ഹോട്ടലുകാരിൽ നിന്ന് 2.5 ലക്ഷം രൂപ വീതം പിരിക്കാൻ അസോസിയേഷൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. എന്നാൽ പല ബാർ ഉടമകളും പിരിവ് നൽകിയിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് അംഗങ്ങൾ പിരിവ് നൽകണമെന്ന സംഘടനയുടെ കർശന നിർദ്ദേശം സംസ്ഥാന ഭാരവാഹി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിനോദസഞ്ചാര മേഖലയെ ബാധിക്കുന്നുവെന്ന കാരണം ചൂണ്ടിക്കാട്ടി എല്ലാ മാസവും 1-ാം തീയതിയിലെ ഡ്രൈഡേ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാരിന് മുമ്പാകെ എത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ മാസം ചേർന്ന വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം നൽകിയ ശുപാർശകളിൽ ഒന്നാണിത്. അതേസമയം മദ്യനയത്തിൽ ഇളവ് വരുത്താൻ പണപ്പിരിവിന് ശ്രമിക്കുന്നുവെന്നത് ഗൗരവകരമാണ് എന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി പ്രതികരിച്ചു. അത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. പ്രവണത വെച്ചുപൊറിപ്പിക്കാനാവില്ല എന്നും MP രാജേഷ് പറഞ്ഞു. സർക്കാർ മദ്യനയത്തിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല. മദ്യനയത്തിന്റെ പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ല. മദ്യനയത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പണപ്പിരിവിന് ശ്രമിക്കുന്നുവെന്നത് ഗൗരവത്തോടെയാണ് കാണുന്നത്. വളരെ ശക്തമായ നടപടി അത്തരക്കാർക്കെതിരെ എടുക്കും. വെച്ചുപൊറിപ്പിക്കില്ല. ചർച്ച നടക്കുന്നതിന് മുമ്പ് തന്നെ വാർത്തകൾ വരുന്നുണ്ട്. ആ വാർത്തകൾ ഉപയോഗിച്ച് ആരെങ്കിലും പണപ്പിരിവിന് ശ്രമിച്ചാൽ ശക്തമായ നടപടിയെടുക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു.